ഇപ്പൊ പ്രതികരണങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? അറിയില്ല, ഞാന് ഇപ്പൊ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറുന്നതിന്റെ കുറച്ച് മുന്നേ എനിക്ക് ഫോൺ കിട്ടിയത് കുറച്ച് ചാർജ് ചെയ്തിട്ടാ കിട്ടിയത്. അവരുടെ കാര്യങ്ങളൊന്നും അധികം അറിഞ്ഞില്ല. ഇവിടെ ഇറങ്ങിയിട്ട് എത്തിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും മര്യാദയ്ക്കൊന്നും അറിയാൻ. അങ്ങനൊന്നും ഞാൻ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. അയ്യോ, അറിയില്ല. എന്താണ് എനിക്കറിയില്ല. ഞാൻ അതിനകത്ത് നിന്നപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എല്ലാരും ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് ഞാൻ ഓരോ എവിക്ഷനിലും ഇങ്ങനെ നിക്കണത്, അകത്തേക്ക് വരണെന്നൊക്കെ. പക്ഷെ അതറിയാൻ എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരുപാട് കുറച്ച് ബാക്കിലേക്ക് എങ്ങനെയാ എന്റെ ആഗ്രഹം ഋഷി കപ്പടിക്കണം എന്നാണ്. എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ജാസ്മിനുമായിട്ട് കുറെ ഭയങ്കര ഒരു മൈൻഡ് ഗെയിമർ ആണ് മൊത്തത്തിലൊരു ഇതുണ്ട്. അതിന്റെ രഹസ്യം എന്താണ്? ഞാനോ പുറമെ മൈൻഡ് ഗെയിമർ എന്നുള്ളൊരു പട്ടം തന്നിട്ടുണ്ട്. ആണല്ലേ? ഞാൻ മറ്റേ CID മ്യൂസിയത്തിൽ ദിലീപേട്ടൻ വന്നിട്ട് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോ ഇത് പറയാനാണ് ഞാൻ വന്നതെന്ന് പറയില്ല, അതുപോലെ പറയേണ്ടി വരും. ഞാൻ ആക്ച്വലി ആദ്യമേ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ആദ്യമേ ഞാൻ പറഞ്ഞു തന്നെ. ഞാൻ കുറെ കഴിഞ്ഞപ്പോഴായിരിക്കും കുറെ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേണമെന്ന് വെച്ച് ഒബ്സർവ് ചെയ്തിട്ടൊന്നുമില്ല. പാവായിട്ട് തോന്നി അൻസിബയ്ക്ക് തന്നെ. അങ്ങനെയല്ല, ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുക, എല്ലാവരും ഒരു സുഹൃത്തിനെ പോലെ കാണുക. ബിഗ് ബോസ് എന്ന ഗെയിം ഷോനെ പല രീതിയിൽ ബാധിക്കില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. എന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒറിജിനൽ എന്നുള്ള രീതിയിലാണല്ലോ. ഞാനായിട്ട് നിക്കണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും. അതല്ലാതെ ആൾക്കാരുണ്ടോ ഫേക്ക് ആയിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന? അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. ഞാൻ ഇനി ഇറങ്ങി കഴിഞ്ഞിട്ടും അവരെ പറ്റി എന്തിനാ പറയണത്? മൊത്തത്തിലെ ഒരു ടോക്ക് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ വിഷ്ണു പോയതുപോലെ അത്രയും സ്ട്രോങ് കണ്ടസ്റ്റന്റ് ഇത് പലർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒരു എവിക്ഷൻ നടത്തിയതാണെന്നൊക്കെ പല ടോക്സും വരുന്നുണ്ട്. അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? എനിക്കറിയില്ല. ഞാൻ ഒന്ന് പുറത്തിറങ്ങി ഇതെത്തിയിട്ടല്ലേ ഉള്ളൂ. ഫുൾ കണ്ട് എന്തൊക്കെയാ നടന്നത് എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലായാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഒന്നും അറിയാതെ ഞാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം ഏതൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അൻസിബയുടെ പേരാണ് കൂടുതലും അവർ സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൃശ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വരവേൽപ്പ് കിട്ടുന്നത്. ദൃശ്യം 1 കഴിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ. അതൊക്കെ നിങ്ങളെല്ലാരും തന്നതിൽ ഒരുപാട് നന്ദി. അയ്യോ, ഞാൻ ആദ്യത്തെ പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. പിന്നെ എല്ലാവരും അത് യൂസ് ചെയ്യാൻ തുടങ്ങിയേ ഉള്ളൂ. ആദ്യം എനിക്ക് തോന്നുന്നത് മറ്റേ പരദൂഷണം അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പൊ അത് അഭിഷേക് വന്ന പറഞ്ഞപ്പോ എനിക്ക് അപ്പം തൊട്ട് വിഷമമായിരുന്നു. അപ്പൊ ഞാൻ ഋഷിന്റെ അടുത്ത് പറയണ ഇങ്ങനെ പറയണടാ എനിക്ക് പോണം. പിന്നെ ഞാൻ ഋഷി എന്റെ അടുത്ത് ചൂടാവും അങ്ങനെ പറയരുത് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഋഷി ഇല്ലാത്ത ഒറ്റയ്ക്ക് പോയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറയോട് ഇന്ററാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒന്ന് പറഞ്ഞു വിടൂന്നൊക്കെ. എന്താ നീ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? ഇത്ര നാൾ അവിടെ ജീവിച്ചു, ഫോണില്ല, ഫ്രഷ് എയർ. ഇപ്പൊ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ പിന്നെ കാണില്ല, അവോയ്ഡ് ചെയ്യാണ് പതിവല്ലേ. അതിനകത്ത് അങ്ങനെയല്ല. പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം, അവരെ കൂടെ തന്നെ ടാസ്ക് ചെയ്യണം, അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല. അത് ചിലപ്പോൾ എന്റെ തെറ്റായിരിക്കും. ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സഹിക്കും. അവസാനം ഞാൻ എന്തെങ്കിലും പറയും. അതങ്ങനെയാണോന്ന് പോലും എനിക്കറിയില്ല. അവർ ഫ്രണ്ട്സാണ്. ജാസ്മിന്റെ ഗബ്രിയുടെ പ്രണയം ഉണ്ടായതോ? അത് ഭയങ്കര ചർച്ച, അതിലും വലിയ ചർച്ചയായ കാര്യമായിരുന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് എന്റെ കമന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഞാൻ അതിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിൻഡപ്പന്റെ ഗെയിം ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും. ഒരു ക്വാളിറ്റി ഇല്ലാതെ ഒരാളോട് നമുക്ക് ഇത്രയും എന്ത് ചെയ്തു കഴിഞ്ഞാലും
ജിൻഡപ്പന്റെ അടുത്ത് ആ ദേഷ്യം എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ജിൻഡപ്പന്റെ അടുത്തായിരിക്കും, പക്ഷെ ഞാൻ വീണ്ടും ഇണങ്ങും. എന്താന്ന് എനിക്കറിയില്ല, അത് ചിലപ്പോൾ ആ മനുഷ്യന്റെ ക്വാളിറ്റി ആയിരിക്കും. ഇത്രയും നോമിനേഷൻസിൽ പുറത്തു പോകാതെ പിടിച്ചു നിന്നു. അപ്പൊ ആ ഒരു അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. കാരണം എനിക്കറിയില്ല, ഓരോ പ്രാവശ്യം ഞാൻ അന്തം വിട്ടെന്ന് ഞാൻ എവിക്റ്റ് ആയില്ല അതെന്താ. അപ്പൊ അതിനകത്ത് സായിയൊക്കെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ഇതറിയാൻ. അതേപോലെ തന്നെ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് ഇതാ. ഈ ജാസ്മിൻ എല്ലാ പരിപാടിക്കും അല്ലെങ്കിൽ എല്ലാവരും ഗെയിമിലൊക്കെ ഇടപെടുക എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ? എന്താ ഞാൻ വിശദമായിട്ടുള്ള ഇന്റർവ്യൂ തരാം. സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി അവൾ പറയുന്നു അല്ലെങ്കിൽ ജാസ്മിൻ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ഇടയിൽ കയറി ആര് സംസാരിച്ചാലും എനിക്ക് ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ സംസാരിക്കുന്നു. ഋഷി ഞാൻ പിന്നെ അഭിഷേക് വന്നപ്പോ ഞങ്ങൾ അഭിഷേകുമായിട്ട് കൂട്ടായിട്ടുണ്ടായിരുന്നു. അഭിഷേകും ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. ബിഗ് ബോസ് എന്ന പാഠം എന്തായിരിക്കും? ഒരുപാട് ലെസൺസ് ഉണ്ട്, ഒരുപാട്. എനിക്ക് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയണം. പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഒന്നുമില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറയാമായിരുന്നു എന്ന് തോന്നി പറയും. പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടുന്ന ടാസ്കുകളിൽ ചെന്ന് ഞാൻ കൃത്യമായി പറയാറുണ്ട്. നോറയെ എലിമിനേഷനിൽ സേഫ് ആക്കിയത് കൊണ്ടാണ് ഇപ്പോൾ പുറത്താവേണ്ടി വന്നത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അന്നെന്താ നോറയോട് സംസാരിച്ചപ്പോ ഒന്നും മിണ്ടാതെ നോറയ്ക്ക് വിട്ടുകൊടുത്തതിന് കാരണം? അറിയില്ല, ഒന്നാമത് തലേ ദിവസം എനിക്ക് ഭയങ്കര ഞാൻ അൻസിബ ഫ്രൈ തോരനൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് എന്താ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പം നോറ പറഞ്ഞപ്പോ ഓക്കെ. പിന്നെ എനിക്ക് വേണമെങ്കിൽ അവസാനം ബിഗ് ബോസ് ചോദിച്ചപ്പം ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു പറയാമായിരുന്നു. തോന്നിയില്ല, പറഞ്ഞില്ല. ഇപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ പറയുന്നതാണ് ഇപ്പൊ ജിൻഡോന്റെ കളികൾ കാര്യങ്ങൾ ബിഗ് ബോസിൽ ഇപ്പൊ ഏഷ്യനെറ്റില് സംപ്രേഷണം ചെയ്യുന്നത് പല ഭാഗങ്ങളും കുറവാണ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് കുറവാണ്. ലാലേട്ടപ്പോ ശനി ഞായർ ദിവസങ്ങൾ വരുമ്പോ ജിൻഡോനെ ഇപ്പോ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ജിൻഡോ ഡൗൺ ആണോ അതോ? ഇല്ല, ജിൻഡപ്പൻ അടിപൊളിയല്ലേ. ടോപ്പ് 5 വരെ എത്താൻ സാധ്യതയുള്ളത് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടോപ്പ് 3 ഉണ്ട്: ഋഷി, അഭിഷേക്, ജിൻഡപ്പൻ. കപ്പടിക്കോ ജിൻഡപ്പൻ? എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ശരി, താങ്ക് യു ഒരുപാട്.